എങ്ങനെയാണ് നീ വണ്ടീനെ പറ്റി അറിഞ്ഞത്? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? ശക്തിയോടെ അടിയിലോട്ട് എത്തണം. ഇതെന്താ ഇവിടെ ഒരു ചോപ്പ് ഒരു ചൂണ്ടിട്ടടിയാളും അതാരെന്നതാവുമ്മ കേട്ടോ. ഞാനാണ് പക്ഷെ നിങ്ങൾ അതൊന്നും വിളിച്ചാ മതി. ഇതാണ് എന്റെ അമ്മ. അത്ര പാവൊന്നല്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് എന്റെ അച്ഛൻ. ആളൊരു പാവാണ്, പക്ഷേ മുഖത്താണ് അവളുടെ ഷിണ്ടി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ്. പക്ഷെ ഞാൻ അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അത് സൂപ്പറല്ലേ. കഥ നടക്കുന്നത് ഇംഗ്ലണ്ടിലെ മിൽട്ടൺ കീൻസ് എന്ന സിറ്റിയിൽ. അൻസു അസി ദമ്പതികളുടെ, അതെ, ആ തള്ളിനുടമ നമ്മുടെ പ്രിയങ്കരനായ കഥാനായകൻ ഐതുമോൻ. അതെ, വിശ്വവിഖ്യാതനായ ആ മോന്റെ കഥയാണ് ഞങ്ങൾ ഇന്ന് പറയുന്നത്. മോഡലായ, ഡാൻസറായ, സിംഗറായ, അതിലുപരി സർവോപരി റൈഡറുമായ ഐതുമോന്റെ കഥ. നാട്ടിൽ അടിച്ചുപൊളിച്ച് നടക്കുന്ന ഒരു കാലത്താണ് പെട്ടെന്നാണ് UK വന്നത്. താനൊരു കലാതിലകമാണെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അസിയും, ഡ്രൈവിംഗ് അതൊരു കലയാണെങ്കിൽ അതിൽ ഞാൻ കെങ്കേമൻ എന്ന് പറയുന്ന അൻസുവിന്റെ മകൻ, UK വമ്പൻ സ്റ്റാറുകളുടെ ഇടയിൽ ഇന്നൊരു സ്റ്റാർ ആണ് ഈ കുഞ്ഞുമോൻ. UK ആകെ ഷോകളിലൊക്കെ ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഐതുമോൻ. അദ്ദേഹം തിരക്കിലാണെങ്കിലും നമുക്കൊരു ചെറിയൊരു ഇന്റർവ്യൂ കിട്ടിയിട്ടുണ്ട് ആളുടെ. അപ്പൊ ഇന്റർവ്യൂ വിശേഷങ്ങളായിരിക്കും ദേ നിങ്ങൾ കാണാൻ പോകുന്നു കേട്ടോ. ഒരു കുട്ടി ചെന്നിട്ടില്ലേടി മിഠായെന്ന് കണ്ണാടിടാൻ പറഞ്ഞു. ഇതെന്റെ കണ്ണാട. അപ്പൊ ഞങ്ങൾ ഐതുവിന്റെ ഇന്റർവ്യൂ എടുക്കാനുള്ള യാത്രയിലാണ്. നമുക്ക് ഇന്റർവ്യൂയിലേക്ക് കടക്കാം അല്ലേ? അപ്പൊ ഇന്റർവ്യൂ ഷൂട്ടിനായിട്ട് ബാപ്പായും ഉമ്മയും മോനും എത്തിയുണ്ട് കേട്ടോ. നിനക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി ഏതാണ്? ഇവിടെ കുറെ ആൾക്കാർ പറഞ്ഞല്ലോ നീ ചെറുപ്പം മുതൽ വണ്ടി ഓടിക്കുന്നൊക്കെ. ഫോർഡ് അതോ ലംബോർഗിനിയാണോ? രണ്ടും ഇഷ്ട. എന്താണ് നീ എങ്ങനെയാണ് നീ വണ്ടീനെ പറ്റി അറിഞ്ഞത്? എങ്ങനെയാണ് ഈ ഇതിലേക്ക് എത്തിയത്? എനിക്ക് ഡ്രൈവിംഗ് ഫുള്ള് അറിയാം. പിന്നെ ആണെങ്കിൽ അങ്ങനെ ഹാൻഡ് ബ്രേക്ക് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ശക്തിയോടെ അടിയിലോട്ട് എത്തണം. അതെല്ലാം നമ്മൾ കീയോടൊക്കെ എത്തിയില്ലെങ്കിൽ ബ്രേക്കും പിടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ വണ്ടി ബാക്കിലോട്ട് ഇറങ്ങിപ്പോകും. എന്നിട്ട് നേരെ അത് എന്റെ ബാക്കിൽ തൊട്ട മതിലുണ്ടെങ്കിൽ അതിന് പോയി നേരെ ഇട്ടിക്കും. ആണെങ്കിൽ കീയോടൊക്കെ നേരെ നല്ലത് മിനി കൂപ്പറാണ് നല്ലത്. ഫോർഡ് ഫോക്കസ് നല്ലത്. അതെയാ, ബൂട്ട് സ്പേസ് ഉണ്ട് ഫ്രണ്ടിൽ. എത്ര ഡോർ ഉണ്ട്? ബൂട്ട് സ്പേസ് ഒക്കെ കൂടുതലുണ്ട് അല്ലേ? 4. പിന്നെ എന്താണ് ബോണറ്റ് ഉണ്ടല്ലേ? എന്തോ പ്രശ്നമുണ്ട്. എന്നിട്ട് അതിന്റെ ഇന്റീരിയർ ഒക്കെ എങ്ങനെയാ? അതോ ലൈറ്റ് ഒക്കെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോണം. നീയാണോ ഈ ചെറുപ്പം മുതൽ വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാന്നൊക്കെ പറഞ്ഞേ? എനിക്ക് മൊത്തം അറിയാം. നീ കുഞ്ഞുതാർന്നപ്പം മുതൽ മൊത്തം അറിയാല്ലേ? എല്ലാം അറിയാല്ലേ? ഞാനിപ്പോഴും അങ്ങനെ തന്നെ. കൊറേ ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ കുഞ്ഞിതാർന്നപ്പോ വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളുണ്ട്. അത് നീയാണല്ലേ? ഏതൊക്കെ വണ്ടി ഓടിക്കും? അതോ ഒരു ദിവസം ഞാൻ ഫോർഡ് ഫോക്കസ് ഓടിച്ചു. ടെസ്റ്റ് ഡ്രൈവ് ആണോ അതോ? അല്ല, അത് ഒരു ഫ്രണ്ട് ഈ ഡ്രൈവർക്ക് പറഞ്ഞത്. അങ്ങനെ ആളാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചല്ലേ? ഞാനോ ഡ്രൈവിംഗ് എന്ത് വിഷയമില്ല. എന്ത് വിഷയമില്ല, എനിക്ക് ഒറ്റ ഓടിക്കാറിയാലേ? കറക്കോ? നീ എട്ടൊക്കെ എടുക്കോ? കറക്കൊക്കെ എടുക്കോ? ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യോ? എനിക്ക് ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്യാൻ അറിയാം. അതെങ്ങനെ വെച്ചാൽ ഞാൻ പഠിച്ചു വെച്ചാ പഴയ വീട്ടിൽ നിന്നോ. ആ വീട്ടിൽ നിന്നാണ് ഞാൻ ഡ്രിഫ്റ്റ് ചെയ്ത് പഠിപ്പിച്ചത്. ഈ വണ്ടി ഡ്രിഫ്റ്റ് ചെയ്ത് പഠിച്ചത്. ഏതാണ് ലംബോർഗിനി ഡ്രിഫ്റ്റ് ചെയ്തേ? ബെൻസ് ആണ്. ബെൻസ് ഒക്കെ ഡ്രിഫ്റ്റ് ചെയ്യൂലേ? ഒരു ചെറിയ ബെൻസ്, എന്നാലും ഗോൾഡൻ കളർ ബെൻസ്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ബെൻസ് അല്ലേ? ലക്ഷറി അല്ലേ? മാതിരി അല്ലേ? സ്വർണ്ണം വണ്ടി പോലെ ഉണ്ടാവും. അതെ, ഗോൾഡൻ വണ്ടി. പൊളി.
പൊളിക്കും. ഇങ്ങനത്തെ എവിടെയെങ്കിലും വലുതാവുമ്പോ ഇങ്ങനത്തെ എവിടെയെങ്കിലും കാണുമ്പോ ഞാൻ ഫുള്ളും ഗോൾഡ് അടിക്കും. വലുതായിട്ട് വണ്ടി നീ മറ്റേ ബോബി ചെമ്മണ്ണൂരൊക്കെ സ്വർണ്ണം ഗോൾഡ് വണ്ടി ഓടിക്കും പോലെ അല്ലേ? ബോബി ചെമ്മണ്ണൂർ ഓടിക്കുന്ന വണ്ടി ഏതാണെന്നറിയോ? സ്വർണ്ണ വണ്ടി. ആ വണ്ടിയുടെ പേരെന്താ? അത് അറിയില്ല. ബെൻസല്ല, BMW അല്ല, സ്വിഫ്റ്റ് അല്ല, ഏതാ? ബുഗാട്ടി അല്ല, ലംബോർഗിനി അല്ല, സുപ്ര അല്ല, കിയ അല്ല, റോൾസ് റോയ്സിന്റെ. അപ്പൊ റോൾസ് റോയ്സ് ആണല്ലേ? റോൾസ് റോയ്സ് ഒക്കെ അറിയോ? റോൾസ് റോയ്സ് നീ ഓടിച്ചിട്ടുണ്ടോ? ഞാനോ? എനിക്ക് എല്ലാ വണ്ടി ഓടിക്കറിയാം. വലിയ ഭയങ്കര സംഭവം അല്ലേ? ഞാൻ റീലിന്റെയും വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. റീൽസ് അങ്ങനെ പഠിച്ചത് ഇത്. അപ്പൊ നീ റീൽസ് കണ്ടാണ് ഡ്രൈവിംഗ് പഠിച്ചല്ലേ? അപ്പൊ ഗിയറൊക്കെ മാറാറിയോ? നേരെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് ആക്കിയാൽ നേരെ ബാക്കിലോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അതായത് ഇങ്ങനെ മുമ്പിലേക്ക് നീക്കാ, സ്വിച്ച് ഇട്ടാ ഇങ്ങനെ മുമ്പിലേക്കും ബാക്കിലോട്ട് ആക്കി ബാക്ക് വെക്കും അല്ലേ? അത് മാത്രല്ല ബാക്കിലോട്ട് ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ പോയാൽ മതി. റിവേഴ്സ്. പിന്നെ മുമ്പിലോട്ടും ഇങ്ങനെ ആക്കിട്ട് ഇങ്ങനെ പോയാൽ മതി. അപ്പൊ നേരെ വണ്ടി മുമ്പിലോട്ട് പോകും. അങ്ങനെ വണ്ടി. അപ്പൊ ഇനി അടുത്ത പുതിയ വണ്ടി എടുക്കാൻ പോണ ഏത് വണ്ടിയാ? അതോ അടുത്തത് ഇനി പൈസ BMW. പൈസ ആക്കി കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവിന് പോകുമ്പോൾ ഞങ്ങൾ വിളിക്കണം കേട്ടോ. ഞങ്ങളും ഒന്ന് കേരള ടെസ്റ്റ് ഡ്രൈവിന് നിന്റെ കൂടെ കേട്ടോ. പക്ഷെ ആർക്കും വേറെ വണ്ടി ആയിരിക്കും. അതെയാ? ഈ BM ഒന്നല്ല, നിങ്ങൾ കണ്ടിട്ടുണ്ട് ഷോറൂമിൽ BM. അതെയാ? വേറെ ലെവലില്ലേ? കളർ വെച്ചാല് ബ്ലൂ. ഓ പൊളിക്കും. ഗോൾഡൻ ആണെങ്കിൽ അതിനും രസം ഉണ്ടാവില്ല. ഗോൾഡൻ BM ആണെങ്കിൽ സ്വർണ്ണത്തിന്റെ BM ആണെങ്കിൽ പൊളിച്ചാനെ പൈസക്കാരനാണ്. ഞാൻ GT5 പറഞ്ഞൊരു ഗെയിമിന്റെ വീഡിയോസ് കാണാറുണ്ട്. അതിലൊക്കെ ഉണ്ട്. GT5 കണ്ടോ? അറിയില്ല വണ്ടിയെ കുറിച്ച്. ഇവള് വണ്ടിയൊന്നും ഓടിക്കാൻ പോലെ അറിയില്ല. അതൊന്നും അറിയില്ല. ഞാൻ ചെറുപ്പത്തിലോട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ. നീ പുലിയായിരുന്നു ചെറുപ്പത്തിലോ? ലാസി അല്ല എലിയായിരുന്നല്ലേ? ഒന്നും അറിയില്ലല്ലേ? ഗീറൂല അറിയില്ല. ഗീർ എങ്ങനെ എന്താ അറിയില്ല. ഹാൻഡ് ബ്രേക്ക് അറിയില്ല. മണ്ടത്തെ ഒരു ദിവസം ഉണ്ടല്ലോ വണ്ടി ഇരുന്ന് ഹാൻഡ് ബ്രേക്ക് ഇങ്ങനെ ഇട്ടു. എന്നിട്ട് അവള് പേടിച്ചത് എന്താണ് പ്രശ്നം ആണെങ്കിൽ നേരെ അടിയിലോട്ട് അതില്ല ഇരുന്നത്, ഇങ്ങോട്ടായിരുന്നു താമിരുന്നത്. അപ്പൊ ഉണ്ടല്ലോ അവൾക്ക് പേടിയായി. അവൾക്ക് പേടിയാണ് വണ്ടി വരെ ഓടിക്കാൻ. എനിക്ക് ചെറുപ്പത്തിൽ തൊട്ട് വണ്ടി ഓടിക്കാൻ ചെറുപ്പം മുതൽ വണ്ടി ഓടിക്കാൻ എനിക്കറിയാം. എവിടെ ഗിയർ ഇടണം, എവിടെ ഓടിക്കണം, ഏത് വണ്ടിയില്ലേ ഏതാണ് എനിക്ക് ഹാൻഡ് ബ്രേക്ക് അറിയാം. നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഇട്ടില്ലെങ്കിൽ അവിടെ ഒരു ഹാൻഡ് ബ്രേക്ക് ഇടുന്ന ഒരു ചിഹ്നം വരും, ലോകം വരും ഹാൻഡ് ബ്രേക്ക് ഇടുന്നു. ഹാൻഡ് ബ്രേക്ക് ചിഹ്നം വന്നിട്ട് ഹാൻഡ് ബ്രേക്ക് എടുത്ത് മാറ്റിക്കോളൂ അല്ലേ? ഇട്ടാല് ഹാൻഡ് ബ്രേക്ക് മുകളോട്ടല്ല പോയിരിക്കണേ, പടിലോട്ട് താത്തെന്ന് പറയോ വണ്ടി ഓടാക്കുമ്പോ. പിന്നെ സീറ്റ് ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ നമ്മൾ നേരെ കൊണ്ട് നേരെ സ്റ്റീറിങ്ങിലോട്ട് തലമുടി. പഠിപ്പിച്ചു കൊടുക്കട്ടാ. അവൾക്ക് എത്ര പഠിപ്പിച്ചാലും അറിയൂല. അതെയാ? തന്തം കമ്മിയാണല്ലോ അവള്. ഒരു വീഡിയോയിലൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അവൾക്ക് വീഡിയോ പോലെ അറിയാൻ പാടല്ലേ? വീഡിയോ ഒക്കെ പോലെ അറിയാൻ പാടില്ല. ഇവിടേക്ക് എങ്ങനെ പഠിപ്പിക്കണല്ലേ? എന്തായാലും അടുത്ത വണ്ടി പോകുമ്പോ എന്നെ വിളിക്കണം കേട്ടോ. താങ്ക് യു. ഇന്റർവ്യൂ അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടും സൂപ്ര നിറച്ചും വണ്ടികളിരിക്കും. അതെ, ഒരാൾക്ക് പോലെ ഞാൻ പാർക്കിങ്ങിന് സ്ഥലം കൊടുക്കൂല. അതെ, ഞാൻ എന്റെ വണ്ടി അതുകൊണ്ടൊക്കെ വരുമ്പോ എനിക്ക് ഇച്ചിരി പാർക്കിംഗ് തന്നെ കേട്ടോ. അത് ആ വണ്ടിയോ? എനിക്ക് എന്നെ നീ പരിഗണിക്കണം കേട്ടോ. ഞാൻ വണ്ടി കൊണ്ടുവരുമ്പോ ചിലപ്പോ എന്റെ കുഞ്ഞു വണ്ടി ആയിരിക്കും, സുപ്രക്ക് കിടക്കുമ്പോ മാറ്റി തന്നെ കേട്ടോ. അത് മതി. വലുതായിട്ട് പൈസക്കാരനാണോ അല്ലേ? നീയാണ് ഈ പൈസക്കാരൻ. എന്തേ നീ വൈറലല്ലടാ? ഗുഡ് ബോയ് ആരാന്നറിയോ? ഗുഡ് ബോയുടെ പേരെന്താ? പറയ്, ഗുഡ് ബോയുടെ പേരറിയോ? പ്രേക്ഷകരുടെ പ്രത്യേക ആവശ്യപ്രകാരം അദ്ദേഹം വികസിപ്പിച്ചെടുത്ത കുറച്ച് ഗാനങ്ങളാണ് അടുത്ത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. എന്താണ് പഴുത്ത മാങ്ങ പച്ച മാങ്ങ കുട്ടയിലുണ്ടല്ലോ. മുട്ട
താങ്ക് യു ഒരു പാട്ട് എടുത്തരാം ആ. ഏതോ നിതേതോ നിന്റേതോ നിന്റേതോ നാദോ ദാദോ ജൂലി ഇതേതോ വരി വരി ഏതോ ഇതേതോ ജൂലി ജാലി ജൂലി ജൂലി ജാലി मौसम का किनारा ए छंजल हवा कराते लोने मिलकर खबीब राते दे मौसम का किनारा ए छंजल हवा സസ്പെൻഡ് ചെയ്ത് പോലെ പോക്കേ സബാഷ് സബാഷ് സുഭാഷ്. ശുഭദിനം ശുഭരം അതുകൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള മസാല ദോശ കഴിക്കാൻ ഞങ്ങൾ പോയത് കോൾച്ചസ്റ്ററുള്ള ഏക മലയാളി റെസ്റ്റോറന്റ് ആയ കഫേ മലബാറിലാണ്. ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് അവശനായി അവസാനം വിശന്നിരുന്നപ്പോ ആൾക്ക് ഹാപ്പി ആയിട്ട് ഈ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ കഫേ മലബാറിന്റെ ഓണർ താരിഖ് ഭായ് വന്നാണ് സെർവ് ചെയ്ത് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് കേട്ടോ. അപ്പൊ ഈ കഥയൊക്കെ പറഞ്ഞു വന്നത് നമ്മുടെ ചെക്കൻ ഐദുന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്, അതും 5ാമത്. ചെക്കൻ ആളൊരു സ്റ്റാർ ആണ് കേട്ടോ. സ്വന്തം മകന്റെ കലാസൃഷ്ടി എല്ലായിടത്തും തുറന്നു കാണിക്കാൻ ഭയങ്കര സപ്പോർട്ടാണ് നമ്മുടെ ഉമ്മ അസി. ചിലവർക്ക് അവരുടെ മൂടൊക്കെ പോകും. പിന്നെ ഈ സെലിബ്രിറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടെന്ന് വിചാരിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകും ഇല്ലേ. ഇതാണ് ഞങ്ങളുടെ ആദുവിന്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾക്ക് കൂടെ ഉണ്ടാവാൻ പറ്റിയില്ലെങ്കിലും നല്ലൊരു അടിപൊളി സർപ്രൈസ് ആയിട്ട് ഈ വീഡിയോ ഞങ്ങൾ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് തരാണ്. ഞാൻ ബർത്ത്ഡേക്ക് വന്നാൽ നിന്റെ കേക്കും ചോക്ലേറ്റും ഞാൻ ഒറ്റയ്ക്ക് തിന്നൂന്നല്ല നിന്റെ പേടി. അവിടെ ഞങ്ങൾ രണ്ടുപേരും വന്നില്ല. അപ്പൊ ചോക്ലേറ്റും കേക്കും തിന്നു തീർക്കണം മിസ്നാന്റെയും ഷെഫീഖാന്റെയും 1000 ജന്മദിന ആശംസകൾ നേരാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ആദു. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോ ഇതേപോലെ പല സംഭവങ്ങളും ആണ് അവരുടെ ലൈഫിൽ നടക്കുന്നത്. ഓൾ ദി ബെസ്റ്റ് ആദു. പിന്നെയും കാണാം മറ്റൊരു വീഡിയോയില്. ബൈ.